സുലു സുലു എന്റെ സുലു, നീ കറി വെക്കാൻ പോകുന്ന പറഞ്ഞിട്ട് എന്താ ഇവിടെ നിക്കണേ? വിളിച്ചാലും വിളി കേൾക്കൂല. ഇവളെന്തുട്ടാ സ്വപ്നം കണ്ടിക്കണേ? അല്ല പൊന്നു ചേട്ടാ, അതല്ല കറി വെക്കാനായിട്ട് എന്ത് ചെയ്യുന്ന ആലോചിക്കാണ്. അപ്പൊ ഇവിടെ നോക്കിയപ്പോഴൊരു ഒരു കൊടപ്പനുണ്ടായി നിക്കണെന്ന്. കൊടപ്പനോ? ആ, അതിനിവിടെ വാഴയില്ലല്ലോ. പിന്നെ നീ എവിടെ ഈ കൊടപ്പനെ കണ്ടത്? നീ ഇവിടെ സ്വപ്നം കണ്ടിക്കണ? സ്വപ്നല്ല പുഷ്കേട്ടാ, കൊടപ്പനുണ്ടായി നിക്കണക്ക്. ഞാൻ 2 ദിവസമായി കണ്ടിട്ട് വലുതാവട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. ഞാൻ ചേട്ടനോട് പറയാഞ്ഞിട്ടാണ്. അത് വലുതായിട്ട് കാണുമ്പോ ഒരു സന്തോഷല്ലേ. ഇതാ കണ്ടില്ലേ കൊടപ്പൻ. ഇവിടെങ്ങും വാഴയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കൊടപ്പനുണ്ടാവണേ? നീ വല്ല സ്വപ്നത്തിലായിരിക്കും. എന്തോന്നോ സ്വപ്നൊന്നല്ല ചേട്ടാ, ഇതൊരു അത്ഭുത മരമാണ്. നമ്മുടെ ഈ മരത്തുമ്പോ കൊടപ്പനുണ്ടായി. ഞാനത് മിണ്ടാണ്ട് ഇത് വെച്ചോണ്ടിരുന്നായിരുന്നു. ഇത് വലുതായിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെ ഈ മുറ്റത്ത് ചെടിത്തോട്ടത്തിലൊരു മരത്തുമ്മ കൊടപ്പനുണ്ടായിട്ടുണ്ട്. അതൊരു എന്താ പറയാ സർപ്രൈസ് ആയിട്ട് ഞാൻ ചേട്ടന് വെച്ചേക്കായിരുന്നു. അപ്പൊ എനിക്കത് പറിക്കണോ വേണ്ടേന്നൊരു ഡൗട്ട്. അത് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ. ഒക്കെ അത് പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിന്നാൻ ഞങ്ങടെ തീരൂലേ. പക്ഷെ ഇതിങ്ങനെ നിൽക്കണോടത്തോളം കാലം എത്ര ദിവസം നിന്നാലും ഇഞ്ഞെങ്ങാനും ഇത് പൊട്ടി വിടർന്ന് വിരിഞ്ഞെങ്ങാനും അതുമ്പോൾ വാഴപ്പഴം ഉണ്ടായാലോ. അപ്പൊ അതിങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു, കൊടപ്പം പറിക്കണോ വേണ്ടേ എന്നൊരു കൺഫ്യൂഷൻ. മരത്തുമ്പോ കൊടപ്പനോ? ഇത് നീ എങ്ങനെ കണ്ടുപിടിച്ച? നിന്റെ വിദ്യയാണോ? നീ ആര്? ശാസ്ത്രജ്ഞ? എവിടെ? ആ, എന്റെ വിദ്യ തന്നെ. എന്തിയേ? നിങ്ങൾക്ക് തന്നെ ഒരു വില ഉണ്ടായില്ലല്ല. ഭയങ്കര പുച്ഛല്ലായിരുന്നു. എനിക്ക് വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല, ബോധമില്ലാന്ന്. ഇത് ഞാൻ കണ്ടുപിടിച്ചുണ്ടാക്കിയ കൊടപ്പനാ. മനസ്സിലായ? മരത്തുമ്മ കൊടപ്പൻ. മനസ്സിലായ? കണ്ടു നോക്ക് നിങ്ങൾ എന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെ ഞാൻ ഉണ്ടാക്കി എടുത്തേന്നുള്ളത്. വാ കാണിച്ചരാ. വാഴാട്ടെ ഇങ്ങട്. വാ. മരത്തുമ്മ കൊടപ്പനോ? നീ കാണിച്ചോ സുലേ? സുലു, ഇത് ഞാൻ തന്നെ. ഞാനിതാ ഇവിടെ ഒക്കെ ഉണ്ട്. പിന്നെ നീ അവിടെ കാണിക്കാൻ നീ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കാണിച്ചാ എനിക്കിതൊട്ട് കാണുന്നില്ലല്ലോ. ഓ, നിങ്ങളുടെ ഒരു പൊട്ടക്കണ്ണ്. നിങ്ങൊന്നിത് വന്നേ. വാ നോക്കിയേ, നോക്ക് നിങ്ങ. വാ. ഇവളുടെ കാര്യം. ചട്നി മരം ഓർമ്മയുണ്ടാ? ആ മധുരപ്പിള്ളിന്ന് കൊണ്ടുവച്ച മരം. നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ കമ്പുണ്ടച്ചത് ഓർമ്മയുണ്ട്. അതിപ്പോ ഇതുപോലെ മരായില്ലേ. ഇഞ്ഞാണ് സൂത്രം കാണിക്കാൻ പോണേ. കണ്ടാ, ഇതാണ് നമ്മുടെ കൊടപ്പൻ. നമ്മുടെ ഈ മരത്തുമെന്ന് കൊടപ്പൻ ഉണ്ടാക്കിയെടുത്തു ഞാൻ. ഇത് കൊടപ്പനല്ലേ? ഇത് നോക്കി അടുത്ത് വന്ന് നോക്ക് ചേട്ടാ. കൊടപ്പനല്ലേ? നോക്കി അല്ലേ? കൊടപ്പനല്ലേ? ഇനി വിശ്വാസക്കുറവൊന്നുമില്ലല്ലോ. ദൈവമേ, ഇത് കൊടപ്പം തന്നെ. ഇതെങ്ങനെ എന്റെ സുരുവേ? എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങളല്ലെങ്കിൽ ഞാൻ എന്ത് പറയണത് വിശ്വസിച്ചേക്കണേ. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. ഒരു നുണക്കുഴി ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറയണതൊക്കെ നുണയാണെന്ന് പറയും നിങ്ങൾ. ഇത് ഞാൻ പറിച്ച് വെട്ടി എരിഞ്ഞ് കറി വെച്ച് തരാം. അപ്പൊ തിന്നണ സമയത്ത് പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇത് പറിക്കണോ വേണ്ടയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്റെ സുലു, നീ വെറും സുലു അല്ല, നീ എന്റെ മുത്താണ്. ആ ഇനിയിപ്പൊ കുറച്ചൊന്ന് കറി വെക്ക്. സൂപ്പറായിട്ട് വെക്ക്. ആ, അങ്ങനെ വഴിക്കുവാ. അല്ല പിന്നെ അതാ പറിക്കാൻ പോവേണ്ട. കിട്ടി ചേട്ടാ. ഇതിനകത്ത് നമുക്ക് തേനുണ്ടോ നോക്കാം.
ഈ കുടപ്പനുള്ളിൽ തേനുണ്ടാവൂലേ? നീ ഈ മരത്തും ഉണ്ടായതുകൊണ്ട് ഉണ്ടോ ഇല്ലെന്നുള്ള അറിയില്ലല്ലോ. നമുക്ക് ഉണ്ടോന്ന് നോക്കാം. അതെ, ഈ വാഴേമ മാത്രല്ലേ ഉണ്ടാവുമ്പോ നമ്മൾ കണ്ടിട്ടുള്ളൂ തേനൊക്കെ ഉണ്ടോന്നുള്ളത്. നമുക്കൊന്ന് പൊളിച്ചു നോക്കാല്ലേ ചേട്ടാ? ഇങ്ങോട്ടുണ്ട ഞാൻ പൊളിച്ചു നോക്കാം. എനിക്കിത് കണ്ടിട്ട് അതിശയമാണ്. സൂപ്പറായിട്ടുണ്ടല്ലോ. ഇത് നല്ല വണ്ണിച്ചിട്ടുണ്ട്. നിറയെ തേനിതാ. അയ്യോ സൂപ്പർ അല്ലേട്ടാ. എന്നാലും എൻ്റെ സുലുവേ, നീ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തേ? എന്റെ പൊന്നു ചേട്ടാ, നിങ്ങക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ലാന്ന് അറിയാം. നിങ്ങൾ അത് പൊളിച്ച് തേനെടുത്തായോ? തേൻ കുടിച്ചിട്ട് ബാക്കി കാര്യം പറഞ്ഞ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ അപ്പൊ പറഞ്ഞുതരാം. ഒന്ന് പൊളിക്കേട്ടാ. പൊളിക്കേട്ടാ, തേനുണ്ടോ നിക്കേ? പിന്നല്ലാതെ. എടി എപ്പോഴാ ഈ മരം വളർന്നത്? അതൊക്കെ വളർന്നു. നിങ്ങൾക്ക് കണ്ണാണാൻ വേണ്ടത്. നിങ്ങൾ 24 മണിക്കൂർ മൊബൈൽ ഫോണിലല്ലേ? എന്നാലും നീ ഇത് നോക്കിയിട്ടുണ്ടല്ലേ? നിങ്ങത് പൊളിച്ച് തേനെടുത്തന്ന് എനിക്ക്. ഒരാക്രാന്തക്കാരി. ചേട്ടാ ഇതിനകത്ത് തേനുണ്ട് ചേട്ടാ. നിങ്ങൾ കൊണ്ടുവന്നേ. നിങ്ങളിങ്ങനെ ഓരോന്ന് പിച്ച് പിച്ച് തന്നത്. അതങ്ങനെ പൊളിക്കലടി, ബാക്കി കറി വെക്കണ്ടേ? അണ്ണാറക്കണ്ണനത്. ചേട്ടനാണോ? ചേട്ടാ നല്ല മധുരമുള്ള തേനാട്ടാ. നമ്മുടെ മുത്തമീൻ വരാം. നമുക്കിത് കൊറേ കുടപ്പനുണ്ടാകും. നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാട്ടാ. നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കാം. ബാക്കിയുണ്ട് ചേട്ടാ. തിന്നോ. ഇതിനുള്ളില് ഇനി പൊളിക്കുമ്പോ ഉണ്ടാവും. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓ ഇതിനകത്തെല്ലാം നിറച്ചിരിക്കണം. ഞാൻ തരാം നിങ്ങക്ക്. ആർത്തി കാണിക്കല്ലേ? നീ ഇങ്ങോട്ട് വന്നേ, നമുക്കത് കറി ഉണ്ടാക്കാലോ. തേൻ കുടിക്കാൻ നിൽക്കണ്. ചേട്ടന് കുശുമ്പാണ് ഒരെണ്ണം കിട്ടിയന്റെ. ഇതിനകത്ത് ഇഷ്ടം മാതിരി ഞാൻ തരാന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇത് കണ്ടുപിടിച്ചത് ഇഷ്ടമായിട്ടില്ല, എനിക്കറിയാം. അപ്പൊ ഇതാണ് ചങ്കുകളെ നമ്മുടെ സുലുവിൻ്റെ കൊടപ്പം കായ്ക്കണ മരം. ഇതിൻ്റെ കൊമ്പുകൾ കൊടുക്കാണ്ട് കേട്ടോ. കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ബൈ. അപ്പൊ ചങ്കളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. RK Angels.